കേന്ദ്ര ഫണ്ട് ലഭിച്ചാൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പെൻഷൻ പദ്ധതി താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാരാണ്. പെൻഷൻ കമ്പനിയെ പോലും കേന്ദ്രം മുടക്കി. കേന്ദ്രം വെട്ടിയ 57,400 കോടി രൂപ ലഭിച്ചാൽ ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. UDFന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ കുടിശ്ശിക 2 തവണയും കൊടുത്തു തീർത്തത് പിന്നീട് വന്ന ഇടതു സർക്കാരുകളാണ്. UDF കാലത്തെ കുടിശ്ശിക കണക്കടക്കം എല്ലാം രേഖകളിലുണ്ട്. കേന്ദ്രം തരാനുള്ള പണം നൽകിയാൽ എല്ലാ പ്രതിസന്ധിയും മാറുമെന്നും ധനമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 5 മാസം മുടങ്ങിയതിൽ മനം നൊന്ത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ നൽകുന്ന ഔദാര്യമല്ല പെൻഷൻ എന്നാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ PC വിഷ്ണുനാഥ് പറഞ്ഞത്. ഇന്ധന സെസ് പോലും പെൻഷന്റെ പേര് പറഞ്ഞാണ് ഏർപ്പെടുത്തിയത്. ജോസഫിന്റെ മരണത്തിന് സർക്കാരാണ് ഉത്തരവാദിയെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. എന്നാൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണമെന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്ന് ധനമന്ത്രി പറഞ്ഞു. ജോസഫ് മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിരുന്നു. തൊഴിലുറപ്പും പെൻഷനും ചേർത്ത് ഒരു വർഷം ജോസഫ് 52,400 രൂപ കൈപ്പറ്റിയിരുന്നു. തനിച്ചു താമസിക്കുന്ന ജോസഫ് 2023 മാത്രം 24,400 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അവസാനമായി പെൻഷൻ വാങ്ങിയത് ഡിസംബർ 27-നാണ്. സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകളുടെ പെൻഷനും ഉൾപ്പെടെ 3,200 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ജനുവരി 15 വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു. ജനുവരി 3-ന് പേരാമ്പ്രയിലെ കാനറ ബാങ്കിൽ നിന്ന് 5,500 രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു.